ഇനി സ്വാഭാവിക മരണങ്ങൾ ഉണ്ടല്ലോ. സ്വാഭാവിക മരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തില് ശരാശരി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1,00,000 പോപ്പുലേഷൻ ഉള്ളിടത്ത് 776 മരണം എന്നാണ് ആഗോള ശരാശരി ഉള്ളത്. അപ്പൊ അതിവിടെ ചിലപ്പോൾ യുദ്ധത്തിലൊക്കെ കുറെ പേര് മരിക്കുന്നതും കൂടെ കൂട്ടുന്നതാണ്, അതിൽ കുറച്ച് കുറവ് വന്നേക്കാം. എങ്കിലും എന്തായാലും ഒരു 10,000-15,000 20,000 മരണമെങ്കിലും സ്വാഭാവിക മരണം കൂടെ അതിൻ്റെ അകത്ത് വരണം. അപ്പൊ അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സിവിലിയൻ ഡെത്ത്, പിന്നെ അവരുടെ മിസ്ഫയറിങ്, അവര് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അവർ ഹ്യൂമൻ ഷീൽഡ് ആക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മറ്റേത് യുദ്ധത്തിൽ വരുന്നതിനേക്കാളും സിവിലിയൻ ഡെത്ത് വളരെ വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, അത് വാഷിങ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരിക്കുന്ന ഒരു പഠനമുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, തെളിവായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ. പിന്നെ ജാക്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അവരുടെ ഒരു സ്റ്റഡി ഉണ്ട്, ഹെൻറി ജാക്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ആ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അവിടെ നടക്കുന്ന ഹ്യൂമൻ കാഷ്വാലിറ്റിയുടെ, സിവിലിയൻ ഡെത്തിന്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞ അളവിലാണ് ഇസ്രായേലിൽ നടക്കുന്നത്. ഇവിടെ യമനിൽ ഇത്രയധികം മരണങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ആരും ആ വിഷയം പോലും അറിയുന്നില്ല. തിരിച്ച് ഇവിടെ ഒരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ കുട്ടി മരിക്കുന്നൊക്കെ സങ്കടകരമാണ് കേട്ടോ, അത് ഞാൻ അങ്ങനെ നിസ്സാരമായിട്ട് പറയല്ല. എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും അത് വളരെ വൈകാരികപരമായിട്ട് എടുക്കുന്നതിന് കാരണം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ജൂത വിരോധത്തിന്റെ ഒരു ആഴമാണ്, അല്ലെങ്കിൽ ജൂത വിരോധമുള്ള ആളുകളെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്.